ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 73 റിവ്യൂ. നിങ്ങൾ എൻ്റെ മിത്രമല്ലെന്ന് അനീഷ് ഷാനവാസിനോട്. പെങ്ങളൊട്ടിമാരും ഇക്കയും വീണ്ടും ഒന്നായി. മോർണിംഗ് സോങ് തുടങ്ങുന്നതിന് മുമ്പേ രാവിലെ തന്നെ അനീഷും ഷാനവാസും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അനീഷ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിന്റെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നീ ഒരു സൗഹൃദം ഉണ്ടാക്കുകയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ സൗഹൃദം പുല്ലുപോലെ വലിച്ചെറിയുകയും നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് അനീഷ് ഷാനവാസിനോട്. സംസാരത്തിനിടയിൽ അനീഷ് പറയുന്നു, നീ മെയിൽ ഷോവിനിസ്റ്റ് തന്നെയാണെന്ന്. അപ്പോൾ നീ തന്നെയാണ് എനിക്കെതിരെ പ്രവർത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഷാനവാസ് അനീഷിനോട്. അനീഷാണ് തന്നെ നോമിനേഷൻ ചെയ്തതെന്ന് ഷാനവാസ്. കരയുന്ന ഷാനവാസിനെ ആശ്വസിപ്പിക്കാനെത്തി ആദില. മിത്രം സ്ഥാനം കട്ട് ചെയ്ത് അനീഷ് പോയപ്പോൾ ആശ്വസിപ്പിക്കാനെത്തിയ പെൺകുട്ടി ആദില ഷാനവാസിനോട്, നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മളിൽ തന്നെ നിൽക്കണം. അതൊന്നും അക്ബറൊന്നും അറിയാൻ പാടില്ല. അവർക്ക് പറഞ്ഞിരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് ആദില. എന്ത് പറഞ്ഞാലും അക്ബറിന്റെ പുറത്തേക്കാണല്ലോ. പാവം അക്ബർ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. ഷാനവാസിന് ഉഷാറായി. അക്ബറിനെതിരെയാണല്ലോ കളിക്കുന്നത്. വീണ്ടും യൂസ് ചെയ്ത് പെൺകുട്ടി ഷാനവാസിനെ. ഇന്ന് പറക്കും തളിക എന്ന പുതിയ ടാസ്ക് തുടങ്ങി. 3 ദിവസം നീണ്ടിരിക്കുന്ന ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നയാൾക്ക് ഫിനാലെ ടാസ്കിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും. ഇന്നത്തെ ടാസ്ക് ആകാശത്ത് നിന്ന് പല കളറിലുള്ള മഞ്ഞ, ചുവപ്പ് കളറിലുള്ള ബോളുകൾ പറന്നു വരികയെന്നാണ്. അത് പിടിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന കൂടയിൽ കൊണ്ടേ നിക്ഷേപിക്കുക. ചുവപ്പിന് 3 പോയിന്റും മഞ്ഞയ്ക്ക് 1 പോയിന്റുമാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ആര്യനും അക്ബറും അനീഷുമാണ്. അനുമോളുടെ ഒരു കാര്യം, സാരിയെ കൊടുത്താണ് അനുമോൾ ഈ ടാസ്ക് ചെയ്യാൻ വന്നത്. സാരി കൊടുത്ത് ഓടാൻ പറ്റുമോ ബോളൊക്കെ പിടിക്കാൻ? ആകാശത്ത് വരുന്ന ബോൾ. ക്രിക്കറ്റ് അറിയാവുന്നവർക്ക്, നന്നായിട്ട് ബോൾ ക്യാച്ച് ചെയ്യാവുന്നവർക്ക് ഈ കളി വളരെ ഈസി ആയിരിക്കും. ആദിലയും നൂറിയുമൊക്കെ വൻ പരാജയമായിരുന്നു. 3 പോയിന്റാണ് അതിലേക്ക് കിട്ടിയത്. അടുത്ത റൗണ്ടിൽ ബ്ലാക്ക് ബോൾ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ബോൾ ഉള്ള ആൾക്ക് വേണമെങ്കിൽ ആ റൗണ്ട് ക്യാൻസൽ ചെയ്യാം. ഫസ്റ്റ് അക്ബറിനാണ് കിട്ടിയത്. അക്ബർ ഫസ്റ്റ് റൗണ്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ ഷാനവാസിന് കിട്ടി, ഷാനവാസും ക്യാൻസൽ ചെയ്തു. ആര്യന് കിട്ടി, ആര്യനും ക്യാൻസൽ ചെയ്തു. ഷാനവാസിന് കിട്ടിയപ്പോൾ അനീഷിന് ബോൾ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു, ക്യാൻസൽ ചെയ്ത എന്റെ കുറയും ചിന്തിക്ക്. അപ്പോൾ ഷാനവാസ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നതാണ്, ഞാൻ ഗ്രൂപ്പായിട്ട് കളിക്കില്ല. രാവിലെ നീ എന്നെ മിത്രം അല്ലെന്ന് പറഞ്ഞ് കമ്പൊടിച്ച, പിന്നെ എന്തിനാണ് വീണ്ടും? ഞാൻ ഏതായാലും ഒറ്റയ്ക്ക് കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല നിന്നേക്കാൾ കുറവാണ് എനിക്ക്, പിന്നെ എന്തിനാണ് ഞാനത് ക്യാൻസൽ ചെയ്യാതിരിക്കുന്നത്? ആര്യനേക്കാൾ കൂടുതൽ അക്ബറിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആര്യൻ ക്യാൻസൽ ചെയ്തത്. ഇന്നത്തെ റൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ആര്യന്, 2ാമത് അക്ബറിന്, 3ാമത് അനീഷിനായിരുന്നു. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ച നിവിനെ വീട്ടിൽ പോയി അമ്മൂമ്മേനെ വിളിക്കാൻ അനുമോൾ ആര? ഷാനവാസിന്റെ ഫീമെയിൽ വെർഷനോ? മോഹൻലാലും മറ്റുള്ളവരും എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിളിക്കരുതെന്ന് ഷാനവാസിനോട്. ഇപ്പോൾ അനുമോൾ തന്നെ വിളിക്കുന്നു. അനുമോൾ ചെയ്താൽ ഒരു കുറ്റമില്ല. അനുമോൾ പല കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഉപദേശിക്കും, പക്ഷെ സ്വന്തം കാര്യത്തിൽ അത് കണ്ണടയ്ക്കും. അതാണ് അനുമോളിന്റെ ഒരു സ്റ്റൈല്. അസാധാരണമായ ശക്തി കിട്ടുന്ന ജ്യൂസ് കുടിച്ച് അനുമോളും അനീഷും നവീനും. അവർക്കറിയില്ല അവരുടെ ശക്തി. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും എക്സ്പ്രഷനിൽ നിന്നും കണ്ടെത്തണം. താനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് അനീഷ് കണ്ടെത്തി മറ്റുള്ളവരുടെ എക്സ്പ്രഷനിൽ നിന്ന്. അങ്ങനെ അനീഷ് വിജയിച്ചു. അനുമോൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മറ്റുള്ളവർ അനുമോളുടെ മുഖത്ത് നോക്കാതെയാണ് സംസാരിച്ചത്. ബിഗ് ബോസ് വാങ്ങാൻ വന്ന ബിസിനസ്സുകാരനായ മുതലാളിയായിട്ടാണ് നെവിൻ. അത്ര എളുപ്പമില്ലാത്തതായിരുന്നു. എന്നാൽ നെവിൻ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. ബിഗ് ബോസിന് പകരം ഗുണ്ടാ നേതാവിന്റെ വീട് എന്ന് മാത്രം മാറ്റം വന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെപ്പറ്റി കമന്റ് ചെയ്യുമോ? ഇന്ന് വൈകിട്ട് കുറേ മുട്ടകളും പാലും ബിഗ് ബോസ് അവർക്ക് കൊടുത്തു. മോഹൻലാൽ പറഞ്ഞത് കൊണ്ടായിരിക്കും അവർക്കത് കിട്ടിയത്. അനുമോളും ആദിലയൊക്കെ അത് എങ്ങനെ ഒളിപ്പിച്ചു വെക്കണം, ആരും എടുക്കാതെ ഒളിപ്പിച്ചു വെക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. താൻ അക്ബറിനെ നോമിനേഷൻ ചെയ്തതിനെ പറ്റി നെവിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ള ബിഗ് ബോസ് തീരാൻ. ആരായിരിക്കും കപ്പ് നേടുക? പ്രേക്ഷകർ ഏറ്റവും അനുയോജ്യമായ ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യൂ. വെറുതെ വാഴകളായിട്ടിരിക്കുന്നവർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നല്ല ഗെയിം കളിക്കുന്ന അർഹിക്കുന്നവർക്ക് കപ്പ് കിട്ടില്ല. അർഹിക്കുന്നവർ മാത്രമേ 5th വരട്ടെ. ഒരു ഗെയിം പോലും ഇല്ലാത്തവർക്ക് നല്ല വോട്ട് കിട്ടുന്ന സമയമാണ്. പ്രേക്ഷകർ ചിന്തിക്കുക, വളരെ ഗൗരവമായി ചിന്തിക്കുക.